ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു കുറച്ച് ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ ഇന്ന് ഞാൻ എങ്ങനെയാണ് ഡ്രീം കേക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ചോക്ലേറ്റ് ബേസ് എടുക്കുക. ഒരു 1 എഗ്ഗ് ചെയ്തൊരു ബേസാണ് അതിലേക്ക് മിൽക്ക് സിറപ്പ് മിൽക്കും ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടാക്കി മിൽക്ക് സിറപ്പാണ്. അത് കുറച്ച് അധികം തന്നെ ഒഴിച്ച് നന്നായിട്ട് വെറ്റ് ചെയ്യുക. അതിലേക്ക് വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റ് ഗനാഷും കൂടി ചേർത്ത് ഉണ്ടാക്കിയ ക്രീം, അത് നമ്മൾ കേക്കിൽ ചെയ്യുന്ന അത്രയും ബീറ്റ് ചെയ്തത് ഒരു കുറച്ചൊന്ന് ഒന്ന് നമുക്ക് ക്രീമിൻ്റെ ആ ഒരു പരുവം നമ്മളൊന്ന് ഒരു ചെറിയ സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഒന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ തന്നെ തിക്കായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഗ്രേറ്റഡ് ചോക്ലേറ്റ് ഞാൻ സാധാരണ എല്ലാവരും ചോക്ലേറ്റ് ഗനാഷായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഡ്രീം കേക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ്. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് ക്രിസ്പാക്കിയതിന് ശേഷം ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അതിന് ശേഷം അതിലാണ് അടുത്ത ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുന്നത്. നെക്സ്റ്റ് ലെയർ ഈ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുക. ചോക്ലേറ്റ് ഗനാഷിൽ നമ്മൾ ഹാഫ് പോർഷൻ ഡാർക്ക് ചോക്ലേറ്റും ഹാഫ് പോർഷൻ മിൽക്ക് ചോക്ലേറ്റും കൂടെ ആഡ് ചെയ്തിട്ടാണ് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കിയത്. അത് വിപ്പിംഗ് ക്രീമുമായിട്ട് അത് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ടോപ്പ് ലെയറായിട്ട് സാധാരണ എല്ലാവരും മിക്കവാറും ഞാൻ കണ്ടിട്ടുള്ളത് ഇത് നട്ട്സ് ഈ ഗനാഷിൽ ആഡ് ചെയ്ത് എല്ലാവരും ചേർക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ഞാൻ ചെയ്യുന്നത് ഈ നട്ട്സ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ചെയ്തതിന് ശേഷം അത് ഒന്ന് അതിനെയാണ് ഇതിൻ്റെ മുകളിൽ ലെയറായിട്ട് കൊടുക്കുന്നത്. അതും കൊടുത്തതിന് ശേഷം അടുത്തത് മിൽക്ക് ചോക്ലേറ്റ്, അത് നമ്മൾ മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിൽ എല്ലാവരും ഒരു മിൽക്ക് ചോക്ലേറ്റ് മാത്രമായിട്ടാണ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ മിൽക്ക് ചോക്ലേറ്റ് അതിൽ ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ വിപ്പിംഗ് ക്രീമും കൂടെ ആഡ് ചെയ്തിട്ട് ആണ് ഈ ഒരു മുകളിലുള്ള ടോപ്പിങ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാൻ കുറച്ച് നല്ല എളുപ്പമായിരിക്കും, ടേസ്റ്റുമായിരിക്കും കഴിക്കാൻ. അപ്പോൾ അതും ആ ഗനാഷും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ലെയറായിട്ടുള്ള കൊക്കോ പൗഡർ കൊടുക്കാം. കൊക്കോ പൗഡർ അത് ഡാർക്കല്ല, ലൈറ്റ് കൊക്കോ പൗഡറാണ് ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രീം കേക്ക് എനിക്ക് ഒരുപാട് നല്ല കമൻസ്, നല്ല അഭിപ്രായങ്ങളും എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഒരുപാട് ഡ്രീം കേക്ക് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഒരുപാട് ഓർഡറുകൾ എനിക്ക് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.